പഴമയുടെ കൂടി ആഘോഷമായ ഓണം ആഘോഷത്തോടെ കൊണ്ടാടിയിരുന്ന പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള ആളുകളിലേക്കാണ്. തലമുറകളായി ഈറ്റയിൽ കുട്ടയും മുറവും ഒക്കെ നെയ്താണ് ഇവരുടെ ജീവിതം. ഇന്ന് കാലം മാറി, കഥയും മാറി. ഓണം കഴിയുമ്പോഴും ഇവർക്ക് കഷ്ടപ്പാടാണ് ഇപ്പോഴും നെയ്ത് കൂട്ടാനുള്ളത്. ഓണത്തിനായി പൂക്കൂട, കുട്ട, മുറം, അരിവെട്ടി തുടങ്ങിയവയൊക്കെ നെയ്യുന്നതിന്റെ തിരക്കിലാണ് രാഘവനും ഭാര്യ കൗസല്യയും. ഈറ കൊണ്ടുവന്ന് നമ്മൾ മഴയായാലും വെയിലായാലും അതിനെ ഉരുപ്പടിയാക്കി ഇവിടെ വയ്ക്കുമ്പോൾ ഇവിടെ വരുന്നവരുകൊണ്ട് നേരത്തെ കമ്പോളത്തിൽ കൊണ്ടുപോയിരുന്നു. ഇപ്പം കമ്പോളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നില്ല. ജോലി ചെയ്യുന്ന അനുസരിച്ച് ഉള്ള വിലയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ വിഷി പോകുന്നത്. ആഴ്ചയോടാഴ്ച നമ്മളെ ജീവിതം കഴിയുന്നത്, അല്ലാതെ അത് മിച്ചമൊന്നുമില്ല. ഒരു കാലത്ത് ഈ തൊഴിൽ മാത്രം മതിയായിരുന്നു ഒരു കുടുംബത്തിന് സുഖമായി ജീവിക്കാൻ. ഇപ്പോൾ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് തൊഴിലിൽ ബാക്കി. ഞങ്ങളുടെ ഈ മേഖലയിൽ ഞങ്ങൾ തൊഴിൽ ചെയ്യുന്ന ആ സമയത്ത് ലോഡ് കണക്കിനാണ് ഞങ്ങളുടെ ഈറ്റ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. അത് പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നം കടന്നു വന്നത് തൊഴിൽപരമായിട്ടുള്ള വിഷയത്തിൽ അത് ദോഷകരമായി വന്നു. കാടുകളിൽ നിന്ന് ഈറ്റ വെട്ടിയായിരുന്നു കുട്ട നിർമ്മാണം. അന്ന് ഈ പ്രദേശത്തെ വീടുകളുടെ മുൻപിൽ നോക്കിയാൽ കുട്ട നെയ്യുന്നതും അതിനുള്ള സാമഗ്രികൾ അടുക്കി വെച്ചിരിക്കുന്നതും പതിവ് കാഴ്ചയായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഒരുപാട് ദൂരെ പോത്തങ്കോടാണ്, അവിടെയൊക്കെ പോയാണ് ഈറ സെലക്ട് ചെയ്ത് വാങ്ങി ഒരു വണ്ടി വിളിച്ച് വീട്ടിൽ ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും പങ്കിട്ടെടുക്കും. കാട്ടിലൊക്കെ പോവാൻ അവിടെ എങ്ങും ഈറയില്ല. അപ്പം ഈറ എങ്ങും വന്നതുമില്ല. പരമ്പ്, കൊട്ട, മുറം, ഗൃഹാതുരത്വത്തിന്റെ നനവ് പടർത്തുന്ന ഈ പേരുകൾ പോലും വരും തലമുറയ്ക്ക് അന്യമാണ്. മനോഹരങ്ങളായ കൊട്ടയും മുറവും നെയ്ത് നമുക്ക് സമ്മാനിച്ചവരുടെ ജീവിതം അങ്ങേയറ്റം ദുരിതത്തിലാണ് ഈ ഓണക്കാലത്ത്. 50 വർഷം കൊണ്ട് ഈ പണി ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഈറ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ പണിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. പഞ്ചായത്തിൽ ചെന്ന് ചോദിക്കുമ്പോൾ പറയും അങ്ങനെ ഒരു സ്കീം ഇല്ലയെന്ന് പറയും. ഓണക്കാലത്ത് ആൾക്കാർ വന്നെടുത്തുകൊണ്ട് പോകും. കച്ചവടക്കാർ അവരെടുത്തുകൊണ്ട് വന്ന് അവർ എൻ്റെ ലാഭം എടുക്കും. ഒരു കാലത്ത് 10 മുതൽ 50 പേർ വരെ കുടിൽ വ്യവസായ രീതിയിൽ തൊഴിൽ ചെയ്തിരുന്ന ഒരു മേഖലയാണ് ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം തൊഴിൽ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. എന്തായാലും തൊഴിലാളി കുടുംബങ്ങളെ സഹായിക്കുന്നതിന് സർക്കാർ തലത്തിൽ നടപടികൾ ആവശ്യമാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനോടും അരവിന്ദനോടുമൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അരികിലിരുന്ന ചേട്ടൻ നെയ്യുന്നത് പോലെ അരികിലായിപ്പോയ മനുഷ്യരാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ വില വേശാതെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പീസായിട്ടെങ്കിലും വെക്കാം. നിങ്ങളത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും സമ്മാനം കൊടുക്കാം, അതിൽ വാല്യൂ അഡീഷൻ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ടത്. കണ്ടുവിടുകയല്ല, ചേർത്ത് കൂടെ കൂട്ടി നിർത്തുകയാണ് വേണ്ടത്.